Hi dear students, welcome back to Future Plus Academy. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്, മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ് അല്ലേ. സോ ഐ ഹോപ്പ് ദിസ് ക്ലാസ്സസ് ഓൾ ആർ ക്ലിയർ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വോയിസ് റെക്കോർഡഡ് ആയിട്ടൊക്കെ നമുക്കത് ചെയ്യാം കേട്ടോ. വോയിസ് നോട്ട് പോലെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഐ ഹോപ്പ് ദാറ്റ് ഐ വോണ്ട് ടു കണ്ടിന്യൂ ഫോർ യു PG സ്റ്റുഡൻസ്. ഐ ഡോണ്ട് നോ വെദർ ഐ കുഡ് ഡു ഓർ നോട്ട്. എന്തായാലും നമുക്ക് നോക്കാം, ചെയ്യാം കേട്ടോ. നമുക്ക് അത്ര കുറച്ച് സമയം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അധികമായിട്ട് ഉണ്ടെങ്കിൽ വി വിൽ ഡു ദാറ്റ്. ഓക്കെ, സോ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ്, ഷെറിഡന്റെ ഒരു ഡ്രാമയാണ് നമ്മൾ പഠിക്കുന്നത് ഇൻ യൂണിറ്റ് 2, ബ്ലോക്ക് 2 യൂണിറ്റ് 2 കേട്ടോ. സോ റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഓരോ വർക്കും ആരെഴുതി എന്നുള്ളത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു പ്രത്യേക അതൊന്നുമില്ല. ഇപ്പൊ ലൈക്ക് മെക്ഫ്ലെക്നോ എഴുതിയത് ഡ്രൈവ് എന്നാണ്, സ്കൂൾ ഫോർ സ്കാൻഡൽ എഴുതിയത് ഷെറിഡൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം. സോ റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ is famed for his nimble and witty comedies of manners, the most famous of which is The School for Scandal. The Guardian's theatre critic Michael Billington places Sheridan's work in the great tradition of English artificial comedy written mainly by Irishman running from the Restoration to Oscar Wilde എന്ന് പറയുന്നു. അതായത് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു വളരെ കോമഡി ഓഫ് മാനേഴ്സ് ഇതാക്കുന്ന ഒരു വ്യക്തിയാണ് ഷെറിഡൻ. സ്കൂൾ ഫോർ സ്കാൻഡൽ ആൻഡ് ഒരു ഗ്രേറ്റ് തിയേറ്ററിക്കൽ ക്രിട്ടിക്കും കൂടിയാണ്. മൈക്കിൾ ബില്ലിംഗ്ടൺ പറഞ്ഞിട്ട്, സോറി തിയേറ്റർ ക്രിട്ടിക് അല്ല, മൈക്കിൾ ബില്ലിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ക്രിട്ടിക്ക് പറഞ്ഞിട്ടുള്ളത് ഷെറിഡൻ വർക്ക് ഇൻ ദ ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് ഇംഗ്ലീഷ് ആർട്ടിഫിഷ്യൽ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെയിൻലി ഒരു ഐറിഷ്മെൻ ഇതുള്ള ആ ഒരു ഇതിലാണ് അദ്ദേഹം എഴുതാറുള്ളത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഷെറിഡൻ ആസ് എ പ്ലേ റൈറ്റ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകങ്ങള് റിവൽസ് എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ കോൺവെന്റ് തിയേറ്ററിൽ അദ്ദേഹം ഒരു നാടകം ചെയ്യുന്നു 1775. അതിന്റെ പെർഫോമൻസ് അത്ര സക്സസ് ആയിരുന്നില്ല ഇനീഷ്യലി. ആൻഡ് ഷെറിഡൻ റിവൈസ് ദ പ്ലേ ആൻഡ് ദ ടൈം ദ റിസൾട്ട് വാസ് പോസിറ്റീവ്. അങ്ങനെ അത് റിവൈസ് ചെയ്തിട്ട് അത് പിന്നെ പബ്ലിഷ് ചെയ്തപ്പം അത് പോസിറ്റീവ് ആയിരുന്നു. ആൻഡ് കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ വർക്കിൽ എപ്പോഴും ഈ ഒരു വിറ്റി ജോണറിലാണ് അദ്ദേഹം എഴുതാറുള്ളത്. ആൻഡ് സെയിം ഇയർ ഹി റോട്ട് സെന്റ് പാട്രിക്സ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് വീണ്ടും അദ്ദേഹം ആ ഒരു വർഷം തന്നെ എഴുതി. ആൻഡ് ഇറ്റ് വാസ് എ സക്സസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്കൂൾ ഫോർ സ്കാൻഡൽ, ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന ഒരു വർക്കാണ്. സോ 1777 ഷെറിഡൻ റിവൈസ്ഡ് സർ ജോൺ വാൻ ബാക്സ് ദ പ്ലേ ദ റിലാപ്സ് ആസ് എ ട്രിപ്പ് ടു സാരബോഗ്. ഇൻ ദ സെയിം ഇയർ ഹി റോട്ട് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ. അപ്പൊ റിലാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിന്റെ ഒരു പരിച്ഛേദമായിട്ടാണ് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് വരുന്നത്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാലഘട്ടത്തില് ഷെറിഡൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എക്സാക്ട്ലി അവിടെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ. നമുക്ക് നോക്കാം അതിലെ കഥ എന്താണ്. സ്റ്റിൽ കൺസിഡർഡ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോമഡി മാനേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, സോ ഹി കോൾഡ് എസ് മോഡേൺ കോൺക്രീവ്. വില്യം കോൺക്രീവ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുണ്ട്. മോഡേൺ കോൺക്രീവ് എന്നാണ് ഷെറിഡൻ അറിയപ്പെടുന്നത്. ഹി ഫോളോഡ് ദിസ് ഇൻ 1779 വിത്ത് ക്രിട്ടിക് അനദർ അപ്ഡേറ്റിംഗ് ഓഫ് സറ്റാരിക്കൽ റെസ്റ്റോറേഷൻ പ്ലേ ജോർജ് വില്ലിയേഴ്സ് ദ റിഹേഴ്സൽ. അങ്ങനെ കുറെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതുണ്ട്. ഇത് ഒരു 18th century sentimental comedy എന്നുള്ളതാണ് പറയുന്നത്, comedy of manners, and but they also take some of the moral temperance of sentimental comedy as a kind of guide. The School for Scandal can be seen both as a comedy of manners and a sentimental comedy. രണ്ട് ജോണറിലും വരുന്ന ഒരു വർക്കാണ് The School for Scandal എന്ന് പറയുന്നു. The plot line involving Charles and Maria represent the sentimental turn, while the plot line involving Lady Sneerwell, Joseph, Lady Thistle and Scandal College as a more classic comedy manners എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിട്രിക്ക് ഈ ഒരു ഡ്രാമയ്ക്ക് രണ്ട് ജോണർ ഉണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. അപ്പൊ ഇതില് ഇനീഷ്യലി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ചാൾസിന്റെയും മരിയയുടെയും ഞാൻ കഥ പറയാം. ചാൾസിന്റെയും മരിയയുടെയും ലവ് സ്റ്റോറി പറയുന്ന സമയത്ത് അവിടെ പറയുന്നത് ആ ഒരു സെന്റിമെന്റൽ ടേൺ ആണെങ്കിൽ ലേഡി സ്നെയർവെൽ, ജോസഫ്, ലേഡി ടീസൽ പോലുള്ള ആൾക്കാരുടെ പറയുമ്പോൾ അത് കോമഡി ഓഫ് മാനേഴ്സിലേക്ക് എത്തുന്നു. റീകോൺസിലേഷൻ ബിറ്റ്വീൻ സർ പീറ്റർ ആൻഡ് ലേഡി ടീസൽ ഇസ് എ മിക്സ്ചർ ഓഫ് ആക്ട്. ഓക്കെ, സോ എന്താണ് കോമഡി ഓഫ് മാനേഴ്സ് അല്ലെങ്കിൽ എന്താണ് സെന്റിമെന്റൽ കോമഡി എന്നുള്ള ടേം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. സോ എന്താണ് കോമഡി ഓഫ് മാനേഴ്സ്? ദാറ്റ് ഇസ് എ കൺവെൻഷൻ ഓഫ് an artificial highly sophisticated society. The stylized faces and the manners of this group dominate the surface and determine the pace and tone of the sort of comedy. അതിനെയാണ് നമ്മൾ comedy of manners എന്ന് പറയുക. So the characters are more likely to be types than individuals. Plot though often involving a clever handling of situation and intrigue is less important than atmosphere, dialogue and satire എന്ന് പറയുന്നത്. So the appeal is more intellectual than imaginative. Satire is directed the main guest
the follies and deficiencies of the typical characters such as Forbes, would-be wits, jealous husband, coxcombs and others who fail somehow to confirm the conventional attitudes and manners of elegant society എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കോമഡി ഓഫ് മെനേഴ്സ് എന്ന് പറയാ. ഇല്ലിസിറ്റ് ആയിട്ടുള്ള ലവ് ഡ്യൂവൽ പോലുള്ള അങ്ങനത്തെ തീംസ് വരുന്ന ഒരു വർക്കിനെയാണ്, ലവ് ഗെയിം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ വർക്കിനെയാണ് നമ്മൾ എന്താ കോമഡി ഓഫ് മെനേഴ്സ് എന്ന് പറയാ. ഇനി സെന്റിമെന്റൽ കോമഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ആസ് ദ കോമഡി ഓഫ് മാനേഴ്സ് റിഫ്ലെക്റ്റഡ് ദ ഇമ്മോർട്ടാലിറ്റി, ദ റിയാക്ഷൻ ഓഫ് ദ restoration from the sentimental comedy or the reformed comedy sprang up in early years of the 18th century. The characters were either so good or so bad. അങ്ങനെയുള്ള ഒരു കാരിക്കേച്ചറിലേക്ക് വരിക. ഒന്നില്ലെങ്കിൽ അവർ വളരെ നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ മോശം ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഏറ്റവും മോശം അങ്ങനെ ഒരു ഇതില്. So and plots were violently handled so that the virtue would triumph. The dramatists resorted shamelessly to sentimental emotion in their effort to interest and move the spectators. The domestic trials of the middle class couples are usually portrayed എന്ന് പറയുന്നുണ്ട് ഇതിലെ സെന്റിമെന്റൽ കോമഡിയിൽ. അടുത്ത നമ്മൾ പറയുന്നത് ഇതിന്റെ സമ്മറിയെ കുറിച്ചാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ സമ്മറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ന് കാലത്ത് 18ാം നൂറ്റാണ്ടിലെ ലണ്ടൻ ജീവിതത്തെ കുറിച്ച് പറയുന്നു. ആ ഒരു കാലഘട്ടത്തില് ആദ്യം ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഈ ഒരു വർക്കിന്റെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ലേഡി സ്നേർവെല്ലാണ്. ലേഡി സ്നേർവെൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അരിസ്റ്റോക്രാറ്റിക് ലേഡിയാണ്, ഒരു വിഡോ ആണ്, ഒരു വിധവയാണ്. അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമേഴ്സ് ഉണ്ടാക്കുക, ഗോസിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനും ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പം അതിലെ ക്യാരക്ടേഴ്സിന് ആൾക്കാരെ വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം തകർക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ചാൾസും മരിയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട്. ഈ ചാൾസിന് മരിയനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ലേഡി സ്നേർവെൽ ആ ഒരു റിലേഷൻഷിപ്പ് തകർക്കാനാണ് ശ്രമിക്കുന്നത്. വൈ? ബിക്കോസ് ലേഡി സ്നേർവെൽ ലവ്സ് ചാൾസ്. ഓക്കെ, ആൻഡ് ഈ ചാൾസിന് ഒരു ബ്രദർ ഉണ്ട്, ജോസഫ് എന്ന് പറയുന്നത്. ജോസഫിനും മരിയനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെല്ലാവരും എന്തിനാ മരിയനെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ബിക്കോസ് ഓഫ് അവർ ക്യാരക്ടർ ഓൾസോ ആൻഡ് ഷീ ഈസ് വെൽത്തി. ഓക്കെ, പക്ഷെ ഈ ചാൾസ് ഭയങ്കര നല്ല സ്വഭാവം ഒക്കെ ആണെങ്കിലും ചാൾസ് ഒരു ഗാംബ്ലർ ആണ്. അപ്പൊ ബേസിക്കലി അദ്ദേഹത്തിന് ഒരു ബാഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ബ്രദർ ആയിട്ടുള്ള ജോസഫും. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ വേറെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. വേറെ ക്യാരക്ടേഴ്സ് അവരുടെ രണ്ടാളുടെയും മാരേജ് കഴിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് അതിലൊരു ലേഡി ടെസിലും ആയിട്ട് ഭയങ്കരമായിട്ടുള്ള അടിയാണ്. കാരണം അവളും ഈ പറഞ്ഞ ഗോസിപ്പുകൾ ഉണ്ടാക്കാൻ നടക്കുന്നതാണ്. അപ്പം ബേസിക്കലി ആ സമയത്തുള്ള ലണ്ടനിലെ ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ, പൊതുവെ അരിസ്റ്റോക്രാറ്റിക് സ്ത്രീകളുടെ ഒരു ജോലിയെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു പാസ് ടൈം ആണ് ഈ റൂമേഴ്സ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, ബാക്കിയുള്ളവരുടെ റിലേഷൻഷിപ്പ് തകർക്കുക എന്നൊക്കെ പറയുന്നത്. അല്ലെ, ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ സീരിയലൊക്കെ കണ്ടിട്ട് നമ്മൾ മലയാളി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പരിപാടിയുണ്ട്. അപ്പം അതേപോലെ തന്നെ അപ്പൊ അതൊരു സ്കാൻഡൽ, സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന, സ്കാൻഡൽ എന്ന് പറയുന്നത് ആ ഒരു ഇതായിട്ടുള്ള, അപ്പൊ അതിന്റെ സ്കൂളാണ് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഷെറിഡൻ ഇത് പറഞ്ഞിട്ടുള്ളത്. സറ്റാറിക്കൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വളരെ കളിയാക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊരു സ്റ്റോറി ആയിട്ട് അദ്ദേഹം അവിടെ മെൻഷൻ ചെയ്യുന്നു. സോ ഈച്ച് ക്യാരക്ടേഴ്സ് ബിഹേവ്സ് ഒബ്വിയസ്ലി സറ്റാറിക്കൽ നെയിം. ഫോർ എക്സാമ്പിൾ, ലേഡി സ്നേർവെൽസ് പ്രൈമറി ഒക്കുപേഷൻ ഇസ് സ്പ്രെഡിങ് മെലീഷ്യസ് ലൈസ്. ഓക്കെ, അപ്പൊ പേരുകൾ തന്നെ അദ്ദേഹം വളരെ കോമഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ പേര്. അതിനാണ് ലേഡി സ്നേർവെൽ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ളത്. ആൻഡ് therefore thematically there are two set of characters in the play, those who revel in society as a school for scandal and those who do not. Okay, അങ്ങനെയാണ് രണ്ട് സെറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. Through complicated plot twist and verbal justing, the characters struggle to know truth of each other's characters. A secondary theme is that of the hidden nature of people's true identities. For example, Lady Teasel, Sir Peter Teasel, an older man, has recently married a young beautiful country girl. He soon comes to doubt the wisdom of marrying such a young girl. When Lady Teasel seems to revel in London society, all of his frivolous antics, Lady Sneerwell determines to ruin the Teasels' marriage and bow their reputation with the help of her intimate friend Snake, who forges love letters in pursuit of Lady Sneerwell's goals എന്ന് പറയുന്നു. അപ്പൊ ത്രൂ ഔട്ട് ഇതിൽ സ്റ്റോറി പറയുന്നുണ്ട്. ആ സ്റ്റോറി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലേഡി ടിസൽ എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് ചിലപ്പം വളരെ ഇതായിട്ട് വരാം. അപ്പൊ ആ മലീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടർ ഇങ്ങനെ കുറ്റം പറയുക, ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക, അതിന് വേണ്ട പണിയെടുക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ദോ കോമഡി ദ ഇൻക്ലൂഡ്സ് എക്സാജറേറ്റഡ്
കോമഡി ആണെങ്കിലും കൂടി സർക്കംസ്റ്റൻസിനെ അവിടെ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഹൈഡിങ് ഇൻ ക്ലോസറ്റ്സ് ആൻഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ ആൻഡ് ദ യൂസ് ഓഫ് ക്ലെവർ ലാംഗ്വേജ് ആൻഡ് ഡയലോഗ്. ഷെറിഡൻ ഹോൾഡ്സ് എ മിറർ അപ് ടു ഹിസ് കണ്ടംപററി സൊസൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ടംപററി സൊസൈറ്റിക്ക് നേരെ ഒരു എന്താ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ണാടി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഷെറിഡൻ ചെയ്യുന്നത്. സോ സൊസൈറ്റി ഷോയിങ് ദം their flows through shared laughter at follies and foibles of human nature. ഒരു മനുഷ്യന്റെ എല്ലാ ഫോളീസും ഫോയിബിൾസും, കുറ്റവും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ഒരു ഹ്യൂമൻ നേച്ചർ, ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ ട്രെയിറ്റ് എങ്ങനെയായിരിക്കും, കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. സോ അതാണ് ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു ഇൻ എ വെരി കോമഡി മാനറിൽ അല്ലെങ്കിൽ ലോഫ്റ്റർ മാനറിലാണ് അദ്ദേഹം പറയുന്നത്. പോപ്പുലർ സെൻസിഡ് പ്രൊഡക്ഷൻ ഷെറിഡൻ പ്ലേസ് retains it relevant as the epitome of comedy സെറ്റ്. അപ്പൊ ഇതാണ് ആ ഒരു ക്യാരക്ടേഴ്സിന്. ലേഡീസ് നിയർവിലൊക്കെയാണ് ഇരിക്കുന്നത്, ലേഡീസിലൊക്കെ. അപ്പം അവരുടെ ആ ഒരു ഇപ്പൊ ആ ഒരു ജാടയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതിൽ പറയുന്നത്. ആ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി, അവരുടെ ഇടയിലുള്ള കുറെ വളരെ കോമഡി. ഇത് അതിലത്തെ ആ ഒരു ഷെറിഡന്റെ ആ ഒരു പ്ലേ സ്കൂൾ ഫോർ സ്കാൻഡൽ അഭിനയിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സർ പീറ്റർ ടെസിൽ, സർ ഒലിവർ സർഫസ്, ജോസഫ് സർഫസ്, അതുപോലെ തന്നെ ചാൾസ് സർഫസ്, ലേഡി ടീസിൽ, മെറിയ, റോളി, ലേഡീസ് നിയർവിൽ, സ്നേക്ക്, അതുപോലെ തന്നെ ബെഞ്ചമിൻ ബ്ലാക്ക്വൈറ്റ്, പിന്നെ കുറച്ച് 2-3 ക്യാരക്ടേഴ്സിനെ കുറിച്ചും കൂടി ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ പോയം, അനദർ വർക്ക് ആണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.